4 ചുറ്റും ബിൽഡിങ്ങാണ്, സെൻറ്റർ ഭാഗം ഒഴിഞ്ഞിടക്കും. പക്ഷെ അതിന് നമ്മൾ 4 കെട്ടിന് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സെൻറ്റർ പോയിൻ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മളിപ്പോൾ സാധാരണ മോഡേൺ ബിൽഡിങ്ങിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പോയിന്റിലും ഈ പറയുന്ന ബീമുകളോ പില്ലറുകളോ ഭിത്തികളോ വരാൻ പാടില്ല എന്നുള്ളതാണ്. വാസ്തു രഹസ്യങ്ങൾ 5-6 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സുരേഷ് ലാൽ സർ, ABC മലയാളം ജ്യോതിഷ സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയേണ്ടത്, സാർ ഉദ്ദേശിക്കുന്ന ചില ടൂൾസുകളുണ്ടാവും, വാസ്തു രഹസ്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? തീർച്ചയായും. വാസ്തുവിൽ അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, കാരണം പുസ്തകങ്ങളിൽ കൂടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എല്ലാ പുസ്തകങ്ങളിലും അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ നമ്മുടെ പ്രാക്ടീസിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരിയാണ്. അതിനെപ്പറ്റി പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഒരു പ്ലോട്ടിൻ്റെ സെൻറ്റർ എന്ന് നമ്മൾ പറയുന്നത്, ഒരു വാസ്തു മണ്ഡലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ എന്ന് ബ്രഹ്മനാഭി എന്ന് പറയുന്നത്. വീടിനൊരു സെൻറ്റർ ഉണ്ട്, ഗ്രഹനാഭി. അപ്പോൾ ഈ നാഭി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇപ്പോൾ മോഡേൺ സിസ്റ്റം വന്ന ശേഷം കമ്പ്യൂട്ടറിൽ നമുക്ക് ഈസി ആയിട്ട് CAD-ൽ നമുക്ക് പ്ലോട്ട് ചെയ്തിട്ട് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ കിട്ടും. അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡേൺ ഇത് പറയാം. അത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന നാഭി എന്ന് പറയുന്നത്. അപ്പോൾ നാഭിയിൽ നമ്മൾ ഭാരം വയ്ക്കാം. നമ്മുടെ പൊക്കിളിൽ തന്നെ നമുക്ക് ഭാരം വെച്ചാൽ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. കാരണം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതുപോലെ അവിടെ നമുക്ക് പില്ലറുകളോ ബീമുകളോ വരാൻ പാടില്ല. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ്. അപ്പോൾ നമ്മൾ ഡിസൈനിൽ നമുക്ക് അത് ചിലർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, ചിലർ നോക്കുന്നുണ്ടാവാം, ചിലർ നോക്കാതിരിക്കും. പക്ഷേ ഈ ഗ്രഹനാഭിയിലും ബ്രഹ്മനാഭിയിലും നമുക്ക് ഭാരം വെക്കാൻ പാടില്ല. അതായത് സാർ ഉദ്ദേശിക്കുന്ന ആ ഏരിയ പൂർണ്ണമായും ഒഴിച്ചു വിടണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ നമുക്ക് ശരിക്കും പറയാം, ബ്രഹ്മനാഭി എന്ന് പറയുമ്പോൾ 4 കെട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കൂ. അതെ, 4 ചുറ്റും ബിൽഡിങ്ങാണ്, സെൻറ്റർ ഭാഗം ഒഴിഞ്ഞിടക്കും. പക്ഷെ അതിന് നമ്മൾ 4 കെട്ടിന് നമ്മളിതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ചുരുക്കി കൊണ്ടുവരുമ്പോൾ ആ സെൻറ്റർ പോയിൻ്റായിട്ട് മാറും. തീർച്ചയായും. മനസ്സിലായില്ലേ? അവിടെ ആ സെൻറ്റർ പോയിൻ്റ് എന്നൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ പോർഷൻ നമ്മൾ 4 കെട്ട് സെൻറ്റർ പോയിൻ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മളിപ്പോൾ സാധാരണ മോഡേൺ ബിൽഡിങ്ങിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പോയിന്റിലും ഈ പറയുന്ന ബീമുകളോ പില്ലറുകളോ ഭിത്തികളോ വരാൻ പാടില്ല എന്നുള്ളതാണ്. ചില സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. കാരണം അത് സാധനങ്ങൾ വെച്ചാൽ സാധനം മാറ്റി വെക്കാം. കാരണം ഇത് കൺസ്ട്രക്ഷൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഞാൻ ഈ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ജ്യോത്സ്യ വാസ്തുപരമായിട്ടുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആ നാഭി ഏരിയയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം കാലോ ടേബിളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഉദരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്തനപരമായിട്ടോ അല്ലെങ്കിൽ സ്തന ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ടെക്നിക്കൽസാണ് ഞാൻ. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ബിൽഡിങ്ങിൽ മാർക്ക് ചെയ്യുന്നില്ല. പക്ഷെ 4 കെട്ടിലാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് അവിടെ ഓപ്പൺ ഏരിയ, അവിടെ അങ്ങനെ ഭാരമുള്ള സാധനങ്ങളൊന്നും വെക്കാറില്ല. അതെ, തീർച്ചയായും. ആകെ ഒരു തുളസിത്തറ അല്ല, ഒരു ചെറിയ ചെടി ഉള്ളൂ അവിടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പോയിന്റിൽ വരുമ്പോൾ നമ്മുടെ സാധാരണ സിസ്റ്റത്തിൽ ആ പോയിന്റ് വരുമ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ബിൽഡിങ്ങിൽ മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാം. ഒരു പക്ഷേ അങ്ങനെ ഈ താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ. പക്ഷെ ഞാനതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയൊരു പോയിന്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗ്രഹനാഭി അല്ലെങ്കിൽ ബ്രഹ്മനാഭി എന്ന് പറയുന്നത്. നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒഴിച്ചിടാൻ വേണ്ടി അവർ സാധിക്കും. ശരിയാണ്. വേറെ എന്തെങ്കിലും ടെക്നിക്കൽസ്, താങ്കളുടേതായ ഒരു ടൂൾസ് ഉണ്ടാവുമല്ലോ? നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ടൂൾസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തെക്ക് പടിഞ്ഞാറേ ഭാഗം നമ്മൾ ഒഴിച്ചിടാറില്ല. അവിടെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോർഷനാണ്, അവിടെ നമ്മൾ ഒഴിച്ചിടാറില്ല. ആ ഭാഗം ഒരു വേക്കൻ്റ് ആയിട്ട് ഇടാത്ത രീതിയിലുള്ള ഡിസൈനാണ്. എന്താണ് അവിടെ സാധാരണ താങ്കൾ അവിടെ നമ്മൾ സ്റ്റെബിലിറ്റിയുടെ എർത്തിൻ്റെ കോൺട്രാക്റ്റാണ് ഭാഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ് അപ്പോൾ എന്താണ് അവിടെ സാധാരണ പ്ലോട്ട് ചെയ്യാറ്? അവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാറുണ്ട്. മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം കുറച്ച് ചിലപ്പോൾ അകത്തേക്ക് ചെയ്ത് അവിടെ വരാന്ത കൊടുക്കും. പക്ഷേ ആ വരാന്ത കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കോർണറിൽ നമ്മളൊരു പില്ലർ കൊടുത്തുകൊണ്ട് ആരുടെ അത് കവർ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ചെയ്ത കാര്യമാണ്.
തീർച്ചയായും. പിന്നെ ഈ നമ്മുടെ പ്ലോട്ടിൻ്റെ ഷേപ്പ് വരുമ്പോൾ ഇറഗുലർ ഷേപ്പ് ആകാം, മറ്റു പല വലിയ പ്ലോട്ടാണെങ്കിലും ചെറിയ പ്ലോട്ടാണെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആകും. അപ്പോൾ ഇറഗുലർ ഷേപ്പ് ആകുമ്പോൾ നമ്മളവിടെ റെക്ടാങ്കുലറൈസ് ചെയ്തെടുക്കണം. അതാണ് വാസ്തുമണ്ഡലം എന്ന് പറയുന്നത്. അത് നമുക്കൊരു ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെറുതാണെങ്കിൽ പോലും വലുതാണെങ്കിൽ പോലും നമ്മളതിനൊരു നമുക്കിപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ നമുക്ക് നിൽക്കാനൊരു സ്പേസ് വേണം. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ നമ്മളൊരു മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കില്ല. കാരണം നമുക്ക് സ്പേസ് ഉണ്ട്, നിൽക്കാൻ സ്പേസ് ഉണ്ട്. നിങ്ങൾ ഓക്കെ അല്ലെന്ന് ചോദിച്ചാൽ നമ്മൾ ഓക്കെ ആണോ? നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു കംഫർട്ടബിൾ സ്പേസ് നമുക്ക് ചുറ്റും വേണം. അപ്പോൾ ആ ഒരു സ്പേസാണ് വാസ്തുണ്ടത്. അപ്പോൾ വീട് നിൽക്കുന്നതിനും വീടിന് ചുറ്റും വരെ നമുക്കൊരു കംഫർട്ടബിൾ സ്പേസ് വീടിന് ചുറ്റും കൊടുക്കണം. അതിപ്പോൾ നമ്മുടെ ബിൽഡിംഗ് റൂൾസിൽ പറയുന്ന പോലെ തന്നെ സെറ്റ് ബാക്സ് എന്ന് പറയുന്ന സംഭവമാണ് അതിലുള്ളത്. ആധുനിക ശാസ്ത്രവും ഈ പറഞ്ഞ പരമ്പരാഗത ശാസ്ത്രമായിട്ടുള്ള റിലേഷനാണത്. പിന്നെ പിശാച വീതി എന്ന് പറയുന്ന സ്പേസ്, ഔട്ടർ സ്പേസ് വരുന്നുണ്ട്. പിശാച വീതി ഒരു 1/9 ഒരു സ്പേസ് വരും. നമ്മൾ 9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ സെഗ്മെൻറ്റ് പിശാച വീതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ വീതികളാണ്. പിശാച വീതി, മനുഷ്യവീതി, ദേവവീതി, ബ്രഹ്മവീതി, അങ്ങനെ പല വീതിയുള്ള ബിൽഡിംഗ്. ഇത് നമ്മളുടെ ഒരു പാർപ്പിടത്തിന്റെ ഒരു ആ സ്ഥലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലത്തിന്റെ പുറത്തുള്ള സ്പേസ് ആണ് ഈ പിശാച വീതി വരേണ്ടത്, ബൗണ്ടറിക്ക് ശേഷം. പക്ഷെ അതോടുകൂടി നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പിശാച വീതിയിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്ത് കയറി നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി. ബിക്കോസ് യു ആർ നോട്ട് ഗിവിംഗ് എനി സെറ്റ് ബാക്സ്. ഓക്കെ, ഡിസ്റ്റൻസ് വിടുന്നില്ല ബൗണ്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഏത് സ്ഥാനത്തായിരിക്കും നമ്മൾ ഗ്രഹം വേണ്ടത്? ഏത് വീതി? അത് വരേണ്ട നമുക്ക് മനുഷ്യവീതിയിലും ദേവവീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രഹ്മവീതിയാണ് ഈ പറയുന്ന സെൻട്രൽ പോയിന്റ് വരുന്നത്, സെൻട്രൽ പോർഷൻ. അപ്പം ബ്രഹ്മവീതിയിലും മനുഷ്യവീതിയിലും ചെയ്യാം. അതങ്ങനെ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചെയ്തിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് കാറ്റും വെളിച്ചം കിട്ടും. ഇത് നമ്മൾ ഈ പറയുന്ന ഇതെല്ലാം കോഡിംഗ് ആണ്. ഈ പറയുന്ന റൂൾസ് എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം എന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതൊരു കോഡിംഗ് ആണ്. അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പിശാച് വീതി എന്ന് പറയുമ്പോൾ പിശാച് ഉണ്ടെന്നല്ല അർത്ഥം. നമ്മളോട് സ്പേസ് ഒഴിച്ചിടണം എന്നുള്ളതാണ്. വാസ്തുപരമായിട്ടൊരു കണക്കാണ്, അതൊരു കോഡാണ്. ആ കോഡ് അനുസരിച്ച് നമ്മൾ ആ സ്പേസ് അവിടെ 1/9 ഒഴിച്ചു വിടുമ്പോൾ യു ആർ മേക്കിംഗ് എ ബിൽഡിംഗ് വിത്ത് സം സെറ്റ് ബാക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊരു നിങ്ങൾക്ക് അടുത്ത ആളും അങ്ങനെ തന്നെ 1/9 വിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ വീട് തമ്മിൽ കുറച്ച് അകലം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രകാശം പ്രകാശവും വായുവും നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡിംഗ് ആണ് ആക്ച്വലി. താങ്കൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇന്റർപ്രറ്റ് ചെയ്യാം. എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ വീടിനകത്തേക്ക് പൂർണ്ണമായും ലൈറ്റും വെളിച്ചവും വായുവും കടന്നു കയറി വരണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒരു നല്ല ഉറപ്പുണ്ടാവുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നല്ല രീതിയിലുള്ള ജീവിതത്തിൻ്റെ ഒരു ബേസ് അതാണ്. ശരി, തീർച്ചയായും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് ഈ രീതിയിൽ ഒരു ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ഒരു വീടിനെ വാർത്തെടുക്കുകയാണെങ്കിൽ ആ തീരത്തിൽ എങ്ങനെയാണ് അതിനുള്ള ചുറ്റുപാട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് ഈ ലൈറ്റും അതുപോലെ തന്നെ വായും കടന്നു വരണമെങ്കിൽ അതിനെങ്ങനെയാണ് താങ്കൾ ഇതാക്കുന്നത്? അതിന് നമുക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എയറിൻ്റെ ഫ്ലോ നമ്മൾ സ്റ്റഡി ചെയ്യുമല്ലോ. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എയർ ഫ്ലോ സ്റ്റഡി ചെയ്യും. എവിടെ നിന്നാണ് എയർ വരുന്നത്, ഏത് ദിശയിലേക്കാണ് എയർ പോകുന്നത് നോക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വാതായനങ്ങൾ, അതിനാണ് നമ്മളിവിടെ ഈ പറയുന്ന കുറേ സൂത്രങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചെറിയ രീതിയിൽ പറയാം, അത്രയേ ഉള്ളൂ. കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ടെക്നിക്കൽസ് ആയിരിക്കും. അവർ നാളെ ആരോടെങ്കിലും പോയി ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളതാണല്ലോ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ ഈ രീതിയിലൊരു ടെക്നിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ടിപ്സ്. അത് നമുക്ക് ഈ സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ചില രേഖകളാണ്. ആ രേഖകൾ വരുമ്പോൾ നമുക്ക് ഈ കിഴക്കുന്ന പടിഞ്ഞാറായിട്ടുള്ള ഒരു രേഖയുണ്ട്. അപ്പോൾ ആ രേഖയിൽ വരുന്ന പോർഷനിൽ നമ്മൾ ഓപ്പണിംഗ് വേണം. അത് റൂളാണ്. അപ്പോൾ നമ്മളിവിടെ ജനലുകൾ കൊടുത്തു കഴിഞ്ഞാൽ, വാതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പണിംഗ് അവിടെ ക്ലിയർ ആയി. അത് ഈ റൂളിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഈ റൂൾ നോക്കി ചെയ്യുമ്പോൾ നമ്മളവിടെ ഓപ്പണിങ്സ് ഇടും. അതുപോലെ തന്നെ കിഴക്കുന്ന വടക്കും തെക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും പിന്നെ വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറേക്കുള്ള കർണസൂത്രം, അങ്ങനെ ഓരോ സൂത്രങ്ങളിലേക്ക് നമ്മൾ വായു സഞ്ചാരം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അത് നമ്മുടെ അതൊക്കെ ഉറപ്പുവരുത്തുമ്പോൾ ഈ പറയുന്ന ഹെൽത്തി ലൈഫും ഈ ചൂടില്ലായ്മയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വരികയാണ്. എന്നിട്ട് കോഡിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ വേറെ രീതിയിൽ പറയും. നിങ്ങൾ ഇന്ന രീതിയിൽ ഇവിടെ ഓപ്പണിംഗ് ഇടുക എന്നുള്ള പറയും. ഈ സൂത്രം നിങ്ങൾ ഒഴിച്ച് എഴുതണം, സൂത്രത്തിൽ ഓപ്പണിംഗ് വേണം എന്നുള്ളത് പറയുന്നുള്ളൂ. സൂത്രം പറയില്ല, നമ്മൾ അത് പറയുന്നില്ല. അത് സൂത്രം നമ്മൾ ബന്ധിക്കരുത്, അല്ലെങ്കിൽ അടച്ചിടാൻ പാടില്ല എന്ന് പറയുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞു. അതുപോലെ ഞാൻ നേരത്തെ പിശാച് വീതിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പിശാച് വീതിയുടെ ആ ഒരു സ്പേസ് നമ്മളിവിടെ ഒഴിച്ചിട്ടപ്പോൾ നമുക്ക് കുറേ കംഫർട്ടബിളായി. പിന്നെ അങ്കണം ബ്രഹ്മവീതിയിൽ കൺസ്ട്രക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ, അത് ബ്രഹ്മവീതിയിൽ സെൻട്രൽ പോയിന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സ്പേസ് കിട്ടും. അപ്പോൾ അത് ഇൻറ്റേർണൽ സ്പേസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. തീർച്ചയായും ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് വാസ്തുശാസ്ത്രം എന്ന് എല്ലാവരും പറയുന്ന സത്യമാണ്.
അത് ആ ഒരു രഹസ്യം നമ്മളത് ആ കണക്കുകൾ അളവുകോലുകളെ കണക്കല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പല രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് നമ്മൾ നിൽക്കുന്ന നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മൾ അവകാശപ്പെടുന്ന ഇതിൽ ഉണ്ടാവാറുണ്ട്. ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.